സൻഹ ഫാഷൻസ് തിരൂർ. സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ. നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് വിദ്വേഷ പ്രസംഗമാണെന്ന് വി ഡി സതീശൻ. ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ന്യൂനപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ശക്തമായി അതിനെതിരെ നിലപാട് സ്വീകരിക്കും. വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്നും BJPയുടെ വഴിയിലൂടെയാണ് CPM സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും തെറ്റാണ്. മലപ്പുറത്ത് നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ്. ഈ ജില്ലയെക്കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ന്യൂനപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. പക്ഷെ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ ന്യായീകരിച്ച് അദ്ദേഹം മതേതരത്വത്തിന്റെ തലതൊട്ടപ്പനാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ CPMന്റെ അധപ്പതനം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പൊ BJPയുടെ വഴിയിൽ കൂടിയാണ് CPM സഞ്ചരിക്കുന്നത്. BJPയുടെ സഹയാത്രികനാണ് CPM. മുനമ്പം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് BJPയുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള കൊട പിടിച്ചു കൊടുക്കുകയാണ് CPMഉം ഗവൺമെന്റും ചെയ്യുന്നത്. അപ്പൊ അവര് രണ്ടുപേരും സഞ്ചരിക്കുന്നത് സഹയാത്രികരായി കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അവര് സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം